അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിസ്കാരം ജംഉം കസറുമാക്കി നിസ്കരിക്കുന്നതിനെ പറ്റിയാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. യാത്രക്കാർക്ക് അള്ളാഹു നിസ്കാരത്തിൽ അനുവദിച്ച ആനുകൂല്യങ്ങളാണ് ജംഉം കസറും. നിസ്കാരം ഒഴിവാക്കൽ ഒരു തരത്തിലും ഉണ്ടാവാതിരിക്കാനാണിത്. ഇവയുടെ നിയമങ്ങൾ മുഴുവൻ ഒത്തിണങ്ങിയാൽ യാത്രക്കാരന് ജമ്മും കസറും ആക്കാം. 132 കിലോമീറ്റർ ആണ് ജമ്മും കസറിനുമുള്ള ദൂരപരിധി. എന്നാൽ 198 കിലോമീറ്റർ ദൂരമുള്ള യാത്രയാണെങ്കിൽ കസറാക്കി നിസ്കരിക്കലാണ് ഉത്തമം. യാത്ര ആരംഭിക്കുന്ന നാടിൻ്റെ അതിർത്തി കടന്നാൽ മാത്രമേ ജമ്മും കസറും ആക്കാൻ പറ്റുകയുള്ളൂ. കസറാക്കി നമസ്കരിക്കേണ്ട ക്രമം: 4 റക്അത്തുള്ള നമസ്കാരങ്ങളെ 2 റക്അത്തായി ചുരുക്കി നിസ്കരിക്കുന്നതിനാണ് കസർ എന്ന് പറയുന്നത്. അതിൻ്റെ നിയ്യത്തിൽ കസറാക്കി നമസ്കരിക്കുന്നു എന്ന് ചേർക്കണം. കസറാക്കി നിസ്കരിക്കുന്നതിന് ചില നിബന്ധനകളുണ്ട്. 1. 16 കാതം അഥവാ 132 കിലോമീറ്റർ ദൂരമുള്ള ഹലാലായ യാത്രയിലായിരിക്കുക. 2. 4 റക്അത്തുള്ള നമസ്കാരമായിരിക്കുക. 3. ഗസറിനെ നിയ്യത്ത് ചെയ്യുക. 4. നിസ്കാരത്തിനിടയിൽ യാത്ര അവസാനിക്കാതിരിക്കുക. 5. പൂർത്തിയായി നമസ്കരിക്കുന്നവനോട് തുടരാതിരിക്കുക. ജമ്മാക്കി നമസ്കരിക്കൽ: ളുഹറും അസുറും 2-1 സമയത്തും മഗ്രിബും ഇശാഉം 2-1 സമയത്തും ഒരുമിച്ച് നമസ്കരിക്കുന്നതിനെ ജമ്മ് എന്ന് പറയുന്നു. അത് 2 വിധമാകുന്നു. 1. ജമ്മു തഖ്ദീം: ഇശാഇനെ മഗ്രിബിൻ്റെ സമയത്തും അസറിനെ ളുഹറിൻ്റെ സമയത്തും മുന്തിച്ച് ജം ആക്കുന്നതിനെ ജമ്മു തഖ്ദീം അഥവാ മുന്തിച്ച് ജം ആക്കൽ എന്ന് പറയുന്നു. ജമ്മു തഖ്ദീമിൻ്റെ ഷർത്തുകൾ: 1. ആദ്യത്തെ നിസ്കാരത്തെ ആദ്യവും പിന്നീട് രണ്ടാമത്തെ നിസ്കാരവും നിർവഹിക്കുക. 2. നമസ്കാരം കഴിയുന്നതിന് മുമ്പ് ജമ്മിനെ നിയ്യത്ത് ചെയ്യുക. 3. 2 നമസ്കാരങ്ങൾക്കിടയിൽ താമസം വരുത്താതിരിക്കുക. 2. ജമ്മു തഅഖീർ: മഗ്രിബിനെ ഇശാൻ്റെ സമയത്തും ളുഹറിൻ്റെ അസറിൻ്റെ സമയത്തും പിന്തിച്ച് ജം ആക്കുന്നതിനാണ് പിന്തിച്ച് ജം ആക്കൽ എന്ന് പറയുന്നത്. പിന്തിച്ച് ജം ആക്കുന്നതിൻ്റെ ഷർത്ത്: 1. ആദ്യത്തെ നമസ്കാരം ഗലാ ആകുന്നതിന് മുമ്പായി രണ്ടാമത്തെ നമസ്കാരത്തോട് ചേർത്ത് ജം ആക്കാൻ വേണ്ടി പിന്തിരിപ്പിക്കുന്നുവെന്ന് കരുതുക. ഉദാഹരണമായി, ളുഹർ നിസ്കാരം ഗലാ ആകുന്നതിന് മുമ്പായി ളുഹർ നിസ്കാരത്തെ അസറിൻ്റെ സമയത്തേക്ക് പിന്തിച്ചു ജം ആക്കാൻ കരുതണം. 2. രണ്ടാമത്തെ നിസ്കാരം തീരുന്നതുവരെ അവൻ യാത്രയിലായിരിക്കണം.